ഒരുപാട് ദുഃഖത്തിലൂടെ, ഒരുപാട് വേദനയിലുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു വന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി സ്വർഗം വെളിപ്പെടുത്തുന്നു. 119 സങ്കീർത്തനം 26 വാക്യം, എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചു. ആരോടാ? ദൈവത്തോട്, കർത്താവിനോട്. താൻ കടന്നു പോകുന്ന വഴികൾ, ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വേദനയുടെ ആ വഴികളിക്കങ്ങ് ദൈവസന്നിധിയിലങ്ങ് വിവരിച്ചപ്പോൾ ഉത്തരം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത് ഇതാ. ഈ വഴികളിൽ ഉത്തരമുണ്ട്. ഈ വഴികളിൽ ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. അതിൻ്റെ മർമ്മവാ ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കാൻ പോകുന്ന. ഹിസ്കീയാവ് പ്രാർത്ഥിച്ചു. ഹിസ്കീയാവ് ദൈവസന്നിധിയിൽ തൻ്റെ വഴികളെക്കുറിച്ച് അങ്ങ് വിവരിച്ചു. അമ്മേ, ഞാൻ ദൈവസന്നിധിയിൽ നടന്നതും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും ദൈവത്തെ പ്രസാദിപ്പിച്ചതൊക്കെ അങ്ങ് വിവരിച്ചപ്പോൾ ഉത്തരമരുളി. ദൈവം പറഞ്ഞ ദൂത് പോലും കർത്താവ് മാറ്റി. അതുപോലൊരു ഉത്തരം ഹിസ്കീയാവിന് കൊടുത്തു. ദൈവത്തിൻ്റെ പൈതലേ, ഈ വഴികളിൽ ഉത്തരം മറഞ്ഞു കിടക്കുന്നു. ഈ വഴികളിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ മറഞ്ഞു കിടക്കുന്നു. ദൈവം ഉത്തരം തരും. സങ്കീർത്തനക്കാരൻ തൻ്റെ വഴികൾ നിന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നു. എൻ്റെ വഴികൾ ഞാൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തിരിക്കുക? വിവരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടൊരു ദൂതും മർമ്മം അതിനകത്തുനിന്ന് വെളിപ്പെടുക. കഴിഞ്ഞ കാലങ്ങളിൽ സങ്കീർത്തനക്കാരൻ കടന്നുപോയ വഴികൾ എൻ്റെ വഴിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അതെൻ്റെ വഴികളല്ല, അതെൻ്റെ ദൈവത്തിൻ്റെ വഴിയായിരുന്നു, അതെൻ്റെ ദൈവത്തിൻ്റെ പാതയായിരുന്നു. ഇന്നാരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഇടപെടുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് കടന്നു പോകുന്ന കണ്ണുനീരിൻ്റെ വഴി, വേദനയുടെ വഴി, ആ ദുഃഖത്തിൻ്റെ വഴി, ആ ഒറ്റപ്പെടൻ്റെ വഴി, അമ്മേ എൻ്റെയാന്ന് എനിക്ക് മാത്രമുള്ള ചിന്തിക്കേണ്ട. അത് ദൈവത്തിൻ്റെ വഴിയാ. അത് തകർച്ചയ്ക്കല്ല, അത് പരാജയപ്പെടുത്തുവാനല്ല, ജീവിതം ശൂന്യമാക്കുവാനല്ല, ജീവിതം തകർത്തു കളയാനല്ല. പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. പിന്നേത്തതിൽ ഒരു മഹത്വമുണ്ട് അതിനകത്ത്. അതല്ലേ യോസഫ് കടന്നുപോയ വഴി. സഹോദരങ്ങൾ വന്നിട്ടില്ല. ആ കഷ്ടത, ആ പ്രതിബന്ധം, ആ പ്രതികൂലം യോസഫ് നിശ്ചയിച്ചു, ഇത് എൻ്റെ വഴിയാ. അല്പം കഴിഞ്ഞപ്പോൾ കാലഘട്ടം തെളിയിച്ചു, ഇതെൻ്റെ വഴിയല്ലായിരുന്നു, ഇതെൻ്റെ ദൈവത്തിൻ്റെ വഴിയായിരുന്നു. പിന്നേത്തതിൽ ഒരു മഹത്വം യോസഫ് കണ്ടു. യാക്കോബ് ഒത്തിരി കരഞ്ഞു, ഒത്തിരി സങ്കടപ്പെട്ടു, രട്ടെടുത്തു. എന്നാൽ ദൈവം അവിടെയെല്ലാം മൗനം പാലിച്ചു. യോസഫ് വല്ലാതെ കെഞ്ചി. എന്നാലും കർത്താവ് കടത്തിവിട്ട വഴി അത് ദൈവം ബ്രേക്ക് ചെയ്തില്ല. ദൈവം അത് തടസ്സപ്പെടുത്തിയില്ല. അവിടെ സങ്കടങ്ങളും വേദനകളും കർത്താവ് കണ്ടു. എന്നാലും ദൈവം മൗനം പാലിച്ചു. ഇന്നാരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഈ സങ്കടം കണ്ടിട്ടും ദൈവം മൗനം പാലിക്കുന്നുണ്ടോ? തലമുറയുടെ വേദനകൾ കണ്ടിട്ടും കണ്ണുനീര് കണ്ടിട്ടും ദൈവം മൗനം പാലിക്കുന്നുണ്ടോ? ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ഇത് മുമ്പോട്ട് പോകുന്നത് മഹത്വത്തിലേക്കാ. ഇത് ദൈവത്തിൻ്റെ വഴിയാ. ഇത് ശത്രുവിൻ്റെ വഴിയല്ല, ഇത് മനുഷ്യൻ്റെ വഴിയല്ല, ഇത് ദൈവത്തിൻ്റെ വഴിയാ. സർവശക്തൻ്റെ വഴിയാ. വേദനയായിരിക്കുക, നൊമ്പരമായിരിക്കുക, ഒറ്റപ്പെടലായിരിക്കുക, പക്ഷേ ഇതിനകത്ത് ദൈവത്തിൻ്റെ ഉത്തരമുണ്ട്, ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. അത് മഹത്വമാ, അത് വാഗ്ദത്തമാ, അത് ദൈവിക പദ്ധതിയാ. ഇന്ന് ദൈവത്തിൻ്റെ ദൂത് സഹോദരങ്ങൾ കടന്നു പോകാത്ത വഴിയിലൂടെ ദൈവത്തിൻ്റെ വേദിലെ നീ കടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കാത്തൊരു മഹത്വം, അവർക്ക് അവരുടെ മേൽ വെളിപ്പെടാത്തൊരു ദൈവനിയോഗം നിന്റെ മേലുണ്ട്. ദൂത് വിശ്വസിച്ച് ഏറ്റെടുത്തോ. ഈ വഴി ദൈവത്തിൻ്റെ വഴിയാ. ഇവിടെ ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. കർത്താവ് അത് തരും. നീതിമാനായ ദൈവമേശ്വർക്ക് പിതാവേ എന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി ദൈവശബ്ദത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം. ഇത് ദൈവത്തിൻ്റെ വഴിയാ. ഈ വഴിയിൽ ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. കർത്താവേ, അത് മഹത്വത്തിലേക്കാണല്ലോ, വാഗ്ദത്തങ്ങളിലേക്കാണല്ലോ. ആ വ്യക്തതയോടെയുള്ള ദൈവ
ശബ്ദത്തിനായി സ്തുതിക്കുക, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.